നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്. ചെന്ന് എന്താ നോക്ക്. നീ ഏതാ മോളെ? അത് അമ്പലത്തിൽ വെച്ച് അമ്മയുടെ സാരിക്ക് തീ പിടിച്ചിരുന്നു. അവരെ ഒന്ന് കാണാൻ വന്നതാ ഞാൻ. അതിന് ഞാനാ തീ അണച്ചത് അങ്കിൾ. ഓ, വളരെ സന്തോഷമുണ്ട്. എന്റെ ഭാര്യയ്ക്ക് നേരിട്ട് അപകടത്തെ തടഞ്ഞതിന് ഞാൻ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി പറയാ. താങ്ക് യു. ആന്റിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? വേണ്ട മോളെ, അവൾക്ക് എന്തൊരു വല്ലായ്മയുണ്ട്. കിടക്കുക അവിടെ. അവളെ ശല്യം ചെയ്യണമെന്ന് കരുതി പറഞ്ഞ. ഞാനവരെ ഡിസ്റ്റർബ് ചെയ്യില്ല അങ്കിൾ. ഒരേ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. മോള് മറ്റൊന്നും വിചാരിക്കില്ലേ? ഡോക്ടർ പറഞ്ഞത് അവൾക്ക് വൈറൽ ഫീവർ ആണെന്നാ. നീ അടുത്ത് പോയിട്ട് ഇനി നിനക്ക് ഇൻഫെക്ഷൻ ആണെന്ന് കരുതിയ. അവൾ സുഖമായതിനു ശേഷം മറ്റൊരു ദിവസം ഒന്ന് കണ്ടോളൂ. മോള് പൊയ്ക്കോ. എന്താ ഇതിന് മാത്രം ആലോചിക്കാനുള്ളേ? പൊയ്ക്കോ, വേറൊരു ദിവസം വാ. പൊയ്ക്കോ, പൊയ്ക്കോന്നേ. ശിവാനി, എന്തുപറ്റി? ആദിശേഷന്റെ ആത്മാവ് ഈ ഭൂലോകത്ത് എവിടെയാണ് പിറന്നിരിക്കുന്നതെന്നറിയാനായി 9 വർഷം ഞാൻ തപസ് അനുഷ്ഠിച്ചില്ലേ. ഇവിടെ വന്ന് ആദിശേഷനെ ഒന്ന് കാണുന്നതിന് മുന്നേ തന്നെ ആ മാന്ത്രികൻ എന്നെ ദിഗ്ബന്ധനം ചെയ്ത് കളഞ്ഞില്ലേ. പുറം ലോകം പോലും കാണാതെ, പ്രാണൻ പോലും അറിയാതെ 14 വർഷങ്ങൾ ഒരു പെട്ടിക്കകത്ത് നിമിഷങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോ ആ ദിഗ്ബന്ധനം താണ്ടി ഞാൻ പുറത്തു വന്നിട്ടും എന്റെ കൺമുന്നിലുണ്ടായിരുന്നു അതിശേഷം തൃശൂലിന്റെ രൂപത്തിൽ ഓടി നടക്കുന്നു. എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഇഷ്ടം അവനെ അറിയിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു നീലി. ആ മാന്ത്രികന്റെ ദിഗ്ബന്ധനം താണ്ടാനുള്ള പ്രാപ്തി പോലും ഞാൻ നേടിയില്ലേ. നാഗമാത പറഞ്ഞ പോലെ നാഗപുഷ്പം പറിച്ച് ശിവൻ അർച്ചന പോലും ചെയ്തില്ലേ. അതുകൊണ്ടല്ലേ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പ്രാപ്തയായത്. ആ വീടിന്റെ വാതിൽക്കൽ വരെ ചെന്നു. എന്നിട്ടും എന്റെ തൃശൂലിനെ കാണാൻ കഴിഞ്ഞില്ല നീലി. അവന്റെ അച്ഛൻ തടസ്സം നിന്ന് എന്റെ മോഹമെല്ലാം നിരാശയാക്കി കളഞ്ഞു. കരയല്ലേ ശിവാനി, വാ. കരയല്ലേ ശിവാനി, ഇത്രയൊക്കെ നടന്നില്ലേ? ഇനി എന്തായാലും അതും നടക്കും. നീ അവനെ എന്തായാലും കാണും. ആ വിശ്വാസം എനിക്കുണ്ട്. എന്റെ പരമേശ്വര, ഇങ്ങനൊരവസ്ഥ ഒരു കമിതാക്കൾക്കും കൊടുക്കരുത്. സമാധാനമായിരിക്കെ. ഞാനും എന്റെ ആദിശേഷനും പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചത്.
പക്ഷെ വിവാഹ നാളിൽ തന്നെ അവനെ എന്നിൽ നിന്നും ദൂരേക്ക് എറിഞ്ഞു. 23 വർഷങ്ങളായി അവനിലേക്ക് എത്താനുള്ള ശ്രമം ഞാൻ നടത്തുകയല്ലേ, പക്ഷെ കഴിയുന്നില്ല. എനിക്ക് നിന്റെ വേദന മനസ്സിലാവും. ഇനിയും ഞാൻ എന്തൊക്കെ ചെയ്യണം, എത്രയൊക്കെ കഷ്ടപ്പെടണം, ഇനിയും എന്തൊക്കെ ത്യാഗം സഹിക്കണം നീലി എന്റെ ആദിശേഷനെ ഒന്ന് കാണാനായിട്ട്. ഇല്ല ശിവാനി, ഇനിയൊരു ത്യാഗവും നീ ചെയ്യേണ്ടി വരില്ല. നിന്റെ ആദിശേഷൻ നിന്റെ മുന്നിൽ തന്നെ വരും. അതിന് ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ നിന്റെ കൂടെ. ഇപ്പൊ നീ ആദ്യം നിന്റെ കണ്ണു തുടയ്ക്കേ. ഇല്ല നീലി, എന്നെങ്കിലും ഒരിക്കൽ എന്റെ ആദിശേഷനെ കാണാമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ശിവാനി, നിനക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. അതെന്താണെന്ന് അറിയണ്ടേ നിനക്ക്? ഈ സൂത്രം ഉപയോഗിച്ച തൃശ്ശൂരിൽ നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എന്താ എന്താ അത്? കാണിക്കില്ല. ചുമ്മാ കളിക്കാതെ എന്താ കാര്യം പറ. ടടാങ്. എന്താ അത്? കത്തോ? നിന്റെ പ്രിയതമന്റെ മൊബൈൽ നമ്പറാ അത്. ആണോ? ആ, സത്യമായിട്ടും? സത്യമായിട്ടും. ആ. ഓ, ഓ. ഇത് സത്യമായിട്ടും തൃശ്ശൂരിന്റെ നമ്പറാണോ? ആ, അതേന്നേ. പക്ഷേ തൃശ്ശൂരിന്റെ നമ്പർ സംഘടിപ്പിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാനാണ് പറഞ്ഞത്. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് അവന്റെ നമ്പറെങ്കിലും കിട്ടുമോന്നറിയാൻ ഒരു ശ്രമം നടത്താനായി വീരനെ ശൂരനെ അയച്ചത്. അവരിതാ ഈ നമ്പറുമായി വന്നിരിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും എങ്ങനെയാണ് നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? തൃശ്ശൂരിന്റെ അടുത്ത് വാങ്ങിയതാണോ? നിങ്ങൾ അവനെ കണ്ടോ? കാണാൻ എങ്ങനെയുണ്ടവൻ? അവന്റെ വീട്ടിലേക്ക് പോയോ? അവനോട് സംസാരിച്ചോ? ശിവാനി, ഞങ്ങൾ നിന്നെ പോലെ തന്നെ നാഗങ്ങളാ. ഞങ്ങൾക്കും ആ വീട്ടിലേക്ക് പ്രവേശനം നിഷിദ്ധമാണ്. ഞങ്ങളും തൃശ്ശൂലിനെ കണ്ടിട്ടില്ല. പിന്നെ ഈ നമ്പർ എങ്ങനെ കിട്ടിയത്? തൃശ്ശൂലിന്റെ വീടിന്റെ മുമ്പില് അവന്റെ മൊബൈൽ നമ്പർ എങ്ങനെ ഒപ്പിക്കുമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു. ആ സമയത്ത് അവന്റെ വീട്ടിന്റെ മുമ്പില് ഒരു കൊറിയർ ബോയെ ഞങ്ങൾ കണ്ടത്. അവൻ തൃശ്ശൂലിന് കൊറിയർ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. ഞാൻ അവനെ കുപ്പിയിലാക്കി അവന്റെ നമ്പർ അടിച്ചെടുത്തു. നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ നല്ലൊരു കാര്യം ചെയ്തത്. ഞാൻ ഇന്ന് തന്നെ അവനോട് സംസാരിക്കുന്നുണ്ട്. അതെ ശിവാനി, ഇനിമേലിൽ അവനെ നേരിട്ട് കണ്ടില്ലല്ലോ എന്ന സങ്കടത്തിന്റെ ഒരാവശ്യകതയും ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ മൊബൈലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് മറ്റൊരാളുടെ മുഖം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ നിനക്ക് തൃശ്ശൂലിനെ കാണാനാകും. ശരിയാണല്ലോ, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. വേണ്ട വേണ്ട, 14 വർഷത്തിന് ശേഷം ഞാൻ എന്റെ ആദിശേഷനെ ആദ്യമായി കാണാൻ പോവുകയാണ്. നേരിട്ട് കാണുന്നതല്ലേ നല്ലത്. തൽക്കാലത്തേക്ക് വീഡിയോ കോൾ വേണ്ട. ആ പരമേശ്വരൻ നമ്മളെ എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നതെന്ന് നോക്കൂ ആദിശേഷം. നിന്നെ ഒന്ന് നേരിൽ കണ്ടുമുട്ടുന്നതിനായി ഞാൻ എന്തൊക്കെ പരിശ്രമങ്ങളാണ് ചെയ്തത്. പക്ഷെ ആദ്യം നിന്നോട് ഫോണിൽ സംസാരിക്കുന്നതിനായിരിക്കും നിന്റെ നമ്പർ എന്റെ കൈകളിൽ എത്തിച്ചത്. എന്താ ചെയ്യാ, പ്രളയത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും ആശ്രയമാകും. എനിക്കിപ്പോൾ നിന്റെ നമ്പറാണ് ആശ്രയം. ഏതാണ് അത് അൺനോൺ നമ്പർ? ട്രൂ കോളറിലും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ആരാ? ഹലോ ഹലോ, എന്തെങ്കിലും സംസാരിക്കേ. ആരാന്ന്? ആരാന്നറിയില്ലേ? പറയാണെങ്കി പറ, ഇനി ഇല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്താ ചെയ്യുന്നേ?
ഞാനേ എന്റെ വീടിന്റെ മതിലിനോട് ചേർന്ന ലോണിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുക. എന്തേ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ എപ്പോഴും വീടിന്റെ ലോണിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്താന്ന് വെച്ചാ എപ്പോ തോന്നിയാലും എനിക്ക് നിങ്ങളെ വന്ന് കണ്ടിട്ട് പോവാലോ. ഹലോ, എന്താ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? അത് നമ്മൾ ഫസ്റ്റ് ടൈം സംസാരിക്കല്ലേ, അതുകൊണ്ട് എന്താ സംസാരിക്കേണ്ടത് എനിക്ക് അറിയില്ല. But I am really excited to talk to you. മാഡം, നിങ്ങൾ ആരാണെന്നൊന്ന് തെളിച്ചു പറ. അറിയില്ല. എന്ത് ചെയ്യും താൻ? എന്ത് ചെയ്യും താനെന്നോ? മര്യാദയില്ലാത്ത ഭാഷയൊക്കെയാണല്ലോ വരുന്നത്. ഈ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയാം. അതെ, ഈ സിനിമ ഡയലോഗൊന്നും വേണ്ട, കറക്റ്റ് ആയിട്ട് പറ. എന്നെ നിങ്ങൾക്കറിയോ? അറിയാം, അതല്ലേ പറയുന്നത്. നിങ്ങളെ എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് അറിയാം. ആ, മനസ്സിലായി. മനസ്സിലായെന്നോ? എന്നാരാന്ന് പറ. ഹേയ്, സോണിയല്ല നീ? അതെപ്പോഴും സ്കൂളിൽ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് മൂക്കൊക്കെ ഒലിപ്പിച്ചിരുന്നില്ലേ? ഏയ് സോണിയ, എന്തൊക്കെയുണ്ട്? അയ്യേ, ഞാൻ സോണിയൊന്നും അല്ല. ഓ, അങ്ങനെയാണെങ്കി സുഷമയല്ല നീ? ഹേയ് സുഷി, എന്താ സുഖല്ലേ? അല്ല. സുഷമയല്ലേ? അങ്ങനെയാണെങ്കി കള്ളി ദീപശ്രീ അല്ലേ നീ? ബോയ്സ് നോക്കി കണ്ടുപിടിച്ചില്ല ഞാൻ. ഞാൻ അവളല്ല. ശരി, എന്നാ ലാസ്റ്റ് ചാൻസ്, കണ്ടുപിടിച്ചിരിക്കും. ഉണ്ടക്കണ്ണി അമൃതവേണിയല്ലേ? ആ, കാലിന് ചെറിയൊരു ചട്ടും പിന്നെ തലവരെ ഉണ്ടായിരുന്നു നിന്റെ കാല്. അമൃത, ഹവായോ? നീ എന്നെ ഒഴികെ ബാക്കി എല്ലാരും ഓർത്തിരിക്കുന്നുണ്ടല്ലേ? എനിക്ക് നല്ലോണം സങ്കടം വരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കാരണം ഒരു പെണ്ണിനെ കണ്ണു നനയാൻ പാടില്ല. അത് ഈ തൃശ്ശൂരിന് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്നുള്ളതൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒരുപാട് ഗസ് ചെയ്ത് നോക്കിയില്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ. നീ തന്നെ പറ, അതിന്റെ പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെ. അത് മാത്രം നടക്കാൻ പോകുന്നില്ല. നടക്കില്ലെങ്കിൽ പിന്നെ ഫോൺ വെച്ചിട്ട് പോക്കോ, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി പോലും ഇല്ലല്ലേ നിനക്ക്? ഞാൻ നീ ഒരു വീരനാണ് ധീരനാണെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ട വേണ്ട, എന്നെ അങ്ങനെ കളിയാക്കല്ലേ. ഞാൻ വീരനുമാണ് ധീരനുമാണ് ശൂരനുമാണ്, കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും. ശരി, പക്ഷേ അതിനൊരു ചെറിയ ക്ലൂവെങ്കിലും വേണ്ടേ? നോ 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 ക്ലൂസ്. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ ലവേഴ്സ് പാർക്കിൽ വരുന്നുണ്ട്. നീയും അങ്ങോട്ട് വാ. അത്ര ആളുകളുടെ ഇടയിൽ ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചാ നീ ചോദിക്കുന്നതെല്ലാം തരാൻ ഞാൻ റെഡിയാണ്. ഹലോ, കളിയാക്കല്ലേ മോളെ. നീ ഇന്ന് സന്ധ്യക്ക് പാർക്കിൽ വരും, അത്രയേ ഞാനും വരും. ഞാനുണ്ടല്ലോ, ഈ ഞാൻ നിന്നെ കണ്ടുപിടിക്കും. നീ നോക്കിക്കോ, നിന്റെ ചാലഞ്ചിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കാം. വരൂ തൃശൂൽ, ഞാൻ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. എല്ലാം റെഡിയല്ലേ? ഓ യെസ്, റെഡി. പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ തൃശ്ശൂരിനെ കണ്ടത്. എന്റെ അവന്റെയും ഈ ഒരു കണ്ടുമുട്ടൽ എന്റെ ജീവിതത്തിൽ തന്നെ മറക്കാനാവാത്ത ഒരു മുഹൂർത്തമായിരിക്കണം. ജീവിതത്തിൽ വർണ്ണിക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കണം അത്. ഉറപ്പായും അങ്ങനെ തന്നെയാവും ശിവാനി. ഞങ്ങൾ അതിനു വേണ്ടിയുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സർപ്രൈസ് അതും റെഡിയാ. നീ ഒന്ന് മൂളിയാ മതി, അതും അവന്റെ മുമ്പിൽ കൃത്യമായി സംഭവിക്കും. അവൻ അത് കണ്ടു കഴിഞ്ഞാല് ശിവാനിയേക്കാൾ വലിയൊരു പ്രണയിനി ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് അവൻ ഉറപ്പിച്ചിരിക്കും. അവൻ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. അപ്പോ നിന്റെ സർപ്രൈസ് കൂടെ കണ്ടാൽ അവൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിച്ച് സന്തോഷിക്കും. അതെ, അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. പക്ഷെ എവിടെയാണ് അവൻ? എന്താ ഇത്ര നേരായിട്ടും വരാത്തത്? അവൻ എന്തുകൊണ്ടാ വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാവ്, എന്തായാലും ഒരു പ്രാവശ്യം അവൻ എവിടെ എത്തിയെന്നൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. അവനെ കാണാനുള്ള എന്റെ മോഹം ഓരോ നിമിഷവും കൂടി വരികയാണ്.
ഓഹോ, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ സ്ഥലം എന്തായാലും ഗംഭീരായിട്ടുണ്ട്. പക്ഷെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വിളിച്ച വെണ്ണിലാവ് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അല്ല, ഇവളെന്നെ സത്യമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണോ അതോ പോസ്റ്റ് ആക്കുവോ? നോക്കാലോ. തൽക്കാലം ഇപ്പൊ ഡിസിഷൻ ഒന്നും എടുക്കണ്ട. ഓ, അപ്പൊ ഇത് ഉടായിപ്പായിരുന്നില്ല, ശരിക്കുള്ളതാ. ഹലോ മാഡം, പറയൂ. എവിടെയാ നീ? നിങ്ങൾ പറഞ്ഞ അതേ സ്പോട്ടിൽ തന്നെയുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആണോ? നീ സത്യമായിട്ട് എത്തിയോ? ചേടാ, ഞാൻ ഈ പാർക്കിന്റെ ഉള്ളിലുണ്ടെന്നേ. നീ ഉള്ളിലുണ്ടോ അതോ ഇവിടെ എങ്ങും ഇല്ലേ? വന്നിട്ടുണ്ട്. എന്നാ എവിടെ ഉള്ളെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാലോ. ഹലോ, കേൾക്കുന്നില്ലേ? ആ, കേക്കുന്നുണ്ട്. എന്നാ ഇപ്പൊ എവിടെ ഉള്ളേന്ന് പറ. ഈ പാർക്കില് ഒരു മണ്ഡപമുണ്ട്, അറിയോ? മണ്ഡപോ? ആ, കാണുന്നുണ്ട്. നീ അങ്ങോട്ടേക്ക് വാ, ഞാനും അങ്ങോട്ടേക്ക് വരാം. ഓക്കെ ഫൈൻ, പക്ഷെ വേഗം വാ, കാണട്ടെ. കോള് കട്ട് ചെയ്യണ്ട, സംസാരിച്ചോണ്ട് മണ്ഡപത്തിനടുത്തേക്ക് വന്നാ മതി. ശരി. ദേ ഞാനെത്തി, നീയോ? വന്നോണ്ടിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ വൈകുന്നേ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് നേരെ ഒന്ന് മേലേക്ക് നോക്കിക്കേ. മേലോട്ടോ? എന്തിനാണാവോ? നീ എന്താ ദേവകന്യകയാണോ മേലേന്ന് അങ്ങ് ഇറങ്ങി വരാൻ? അങ്ങനെ തന്നെ വിചാരിച്ചോ. മേലേക്ക് നോക്ക്. ശരി. എന്താണ് മേലെ? നക്ഷത്രങ്ങളുണ്ട്, വേറൊന്നും എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ നോക്ക്. എന്താടോ ഇത്? എന്റെ പ്രണയം. നിനക്കിത് ഇഷ്ടായോ? വാക്കുകളൊന്നും കിട്ടുന്നില്ലെന്നേ. അല്ല, ആരാണ് നീ? നീ എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോഴും എന്നെ കാണാൻ തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്. ശരി, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്. പാർക്കിന്റെ മൂലയില് ഒരു പുഷ്പമണ്ഡപമുണ്ട്, നീ അവിടേക്ക് വാ. ഇനിയും പിടിതരാൻ ഉദ്ദേശമില്ലല്ലേ? ശരി, വരാം.